ചിറ്റൂർ MLA വീട്ടിലേക്കാണ്. അവിടെ നിന്ന് നേരെ സംഭവം കഴിഞ്ഞ് ചിറ്റൂർ MLA വീട്ടിലേക്കാണ് പോയത്. അങ്ങനെ ഒരു കേസ് മുൻപ് നടന്നത് അന്വേഷിച്ച് അങ്ങനെ ആദ്യം പോയത് MLA വീട്ടിലാണ്. MLA കൂടി അറിഞ്ഞിട്ടാണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ MLA ജയിലിൽ പോകണ്ടേ? അങ്ങനെയൊക്കെ അന്വേഷിച്ചു കൂടെ? എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന കേസുകളിലാണല്ലോ ഇപ്പോ അന്വേഷിക്കുന്നത്. 30 കൊല്ലം 25 കൊല്ലം മുമ്പ് നടന്ന കേസ്. അങ്ങനെ ഒരു അന്വേഷണം നടത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന് തീരുമാനിച്ചാൽ ചിറ്റൂർ MLA പ്രതിയാവില്ലേ? എത്ര കോൺഗ്രസ്സുകാർ പ്രതികളാവും? അപ്പൊ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ, കള്ളക്കേസുകൾ ഉണ്ടാക്കി ഈ പാർട്ടിയെ തകർക്കാനാണ് ഇപ്പൊ ശ്രമം നടത്തുന്നത്. നമ്മളിപ്പോ ഇങ്ങനെ നമ്മൾ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന നിലയിൽ പേടിച്ചോടാനൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. കുറെ ആളുകൾ ജയിലിലേക്ക് പോകും, കുറെ ആളുകൾ ജയിലിൽ കിടക്കേണ്ടി വരും. പക്ഷേ കോടതി നേരെ ചൊവ്വേ വിചാരണ നടന്നാൽ ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനൊന്നും യാതൊരു തെളിവില്ല. വെറുതെ പിടിച്ചു പത്രങ്ങളിൽ വാർത്ത കൊടുക്കാം. അതിനപ്പുറത്തേക്ക് ഒരു തെളിവുമില്ലാത്ത കാര്യങ്ങൾ, നടക്കാത്ത കാര്യങ്ങൾ ഇവരുടെ മേൽ ആരോപിച്ചിട്ടാണ് ഇവരെയൊക്കെ പിടിക്കുന്നത്, പ്രതികളാക്കുന്നത്. ഒരു കൊലക്കേസിൽ 87 പ്രതികൾ കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. കണ്ടയാളും കേട്ടയാളും പോയാളും വർത്തമാനം പറഞ്ഞയാളും ഫോണിൽ വിളിച്ചയാളും ഒക്കെ പ്രതികളാണ്. അങ്ങനെയാണ് കേസെടുക്കുന്നത്. എന്നിട്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇങ്ങനെ പ്രതികളാക്കിയിട്ടും അവർ ഉദ്ദേശിച്ച പോലെ ആളുകളെ കിട്ടുന്നില്ല പ്രതിസ്ഥാനത്ത്. അപ്പൊ ഇനിയും അന്വേഷണം ഇനി ആരൊക്കെ പ്രതികളാക്കാൻ പറ്റും എന്ന അന്വേഷണമാണ്. ഞങ്ങളൊരു കാര്യം പറയാം, ഞങ്ങളെ പ്രതികളാക്കുന്നതിൽ ഒരു ബേജാറും ഞങ്ങൾക്കില്ല. ഞങ്ങളെ പ്രതികളാക്കി കേസുകൾ എടുക്കുമ്പോ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഒരു കാര്യം ആലോചിക്കണം. ഞങ്ങളെ പ്രതികളാക്കി കേസെടുത്താൽ ഞങ്ങളെയൊക്കെ ജയിലിൽ അടക്കണം. ജയിലിൽ അടച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ജയിലിൽ നിന്ന് തുറന്ന് പുറത്തു വിട്ടാൽ ഈ കേരളത്തിൽ സുഗമമായി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന് ഭരിക്കാനുള്ള അനുവാദം ഈ പ്രസ്ഥാനം തരില്ല എന്ന കാര്യം ഉമ്മൻചാണ്ടിയും ഗവൺമെന്റ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞങ്ങളെ ജയിലിൽ അടച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. തുറന്നു വിട്ടാൽ പിന്നെ നിങ്ങൾക്ക് നേരെ പ്രവർത്തിക്കാൻ പറ്റില്ല. അങ്ങനെ ജയിലിലൊക്കെ അടച്ചിട്ട് ഞങ്ങളെ പേടിപ്പിച്ച് നാട് വിട്ടോടാൻ ഞങ്ങൾ തയ്യാറാവൂ? ഇവിടെ തന്നെ നിൽക്കും. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇപ്പൊ എന്താ അവസ്ഥ? കറണ്ട് ചാർജ് കൂട്ടി. ഒരാഴ്ചയായിട്ടു 10 കൊല്ലത്തിനിടയിൽ ആദ്യമായി കൂട്ടുകയാണ് കറണ്ട് ചാർജ്. കോൺഗ്രസ്സുകാരെന്തെങ്കിലും പറയുന്നുണ്ടോ? 10 കൊല്ലമായി കേരളത്തിൽ കറണ്ട് ചാർജ് ഒരു പൈസ വർദ്ധിപ്പിച്ചിട്ടില്ല. ആ കേരളത്തിൽ ഇപ്പോ വർദ്ധിപ്പിച്ചത് എത്രയാ? 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഒരാൾ 1 യൂണിറ്റിന് 35 പൈസ വെച്ച് അധികം കൊടുക്കണം. 1 യൂണിറ്റിന് 35 പൈസ. 40 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2 ബൾബ് ഉണ്ടെങ്കിൽ 40 യൂണിറ്റിലധികമാകും. അത്ര മതി. ഫാനും ഫ്രിഡ്ജും ടിവിയും ഒന്നും വേണ്ട, 2 ബൾബ് കത്തിച്ചാൽ മതി. അങ്ങനെ 120 യൂണിറ്റ് വരെ ഉണ്ടെങ്കിൽ 60 പൈസ കൂടും. 150 യൂണിറ്റ് ആയാൽ 2 രൂപ 20 പൈസ കൂടും. അത് 500 യൂണിറ്റ് ആയാൽ 6 രൂപ 25 പൈസ കൊടുക്കുന്നതിനേക്കാൾ 6 രൂപ 25 പൈസ കൂടും. അതായത് 3250 രൂപയോളം 500 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് വരും. നമ്മുടെ പീഡിയക്കാർ, വലിയ കച്ചവടക്കാര്, ചെറുകിട വ്യവസായം നടത്തുന്നവരൊക്കെ 500 യൂണിറ്റും അതിലധികം ഉപയോഗിക്കുന്നവരാണ്. കറണ്ട് ചാർജ് ഇങ്ങനെ വർദ്ധിപ്പിച്ച ഒരു കാലം ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്നലെ ഇപ്പൊ വ്യാപാരി വ്യവസായി ഏകോപന സമിതി, ഈ കേരളത്തിലെ UDF ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വോട്ട് ചെയ്തവർ, അവരിന്നലെ 1 മണിക്കൂർ കടകൾ അടച്ച് എല്ലായിടത്തും പ്രകടനം. ഇവിടെ ഉണ്ടായോ എന്നറിയില്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവരെന്താ പ്രസംഗിക്കുന്നത്? ഞങ്ങളാണ് UDFനെ അധികാരത്തിൽ കൊണ്ടുവന്നത്. അറിയോ? ഞങ്ങളുടെ പിന്തുണ കൊടുത്തുകൊണ്ടാണ് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തി UDFനെ അധികാരത്തിൽ കൊണ്ടുവന്നതിന് UDFന്റെ ഗവൺമെന്റ് തന്ന ഏറ്റവും നല്ല സമ്മാനം. ഓരോ മാസവും കറണ്ട് ചാർജിൽ കുറച്ച് വർധനേ ഉള്ളൂ. 40 യൂണിറ്റുകാരന് ഒരു 70 രൂപ കൊടുക്കണം ഒരു മാസം.
അത്രയേ ഉള്ളൂ. അങ്ങനെ ചെറിയ ചെറിയ വർധനവ് 250, 350, 500, 1000 ഒക്കെ ചെറിയ ചെറിയ വർധനവ് കൊടുത്താൽ മതി മാസം മാസം. ഞങ്ങളെ കുറ്റപ്പെടുത്തി എന്തിനാണ് CPM അധികാരത്തിൽ വരാൻ പാടില്ല, ഇടതുപക്ഷം അധികാരത്തിൽ വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളുകൾ ഇപ്പൊ നന്നായിട്ട് ആലോചിക്കുക. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ 60 കൃഷിക്കാർ ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ 5 കൊല്ലക്കാലം കേരളത്തിൽ VS മുഖ്യമന്ത്രിയായി ഗവൺമെന്റ് 5 കൊല്ലം ഭരിച്ചപ്പോൾ ഒറ്റ കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്യുന്നില്ല. എന്താ കാരണം? ആത്മഹത്യ ചെയ്യാതിരിക്കാൻ കാരണം കൃഷിക്കാരന്റെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടി. നെല്ലിന് 7 ഉറുപ്പ്യയിൽ നിന്ന് 14 ഉറുപ്പ്യാക്കി വില. രാസവളം, കീടനാശിനി, അതുപോലെ വിത്ത്, ഇതിനെല്ലാം സബ്സിഡി കൊടുത്തു ഗവൺമെന്റ്. ഉഴവ് കൂലി കൊടുത്തു, പെൻഷൻ കൊടുത്തു. പഞ്ചായത്തുകളോട് പറഞ്ഞ് 40% ഫണ്ട് ഉൽപാദന മേഖലക്ക്, കാർഷിക മേഖലക്ക് നീക്കിവെക്കണം. അതിന്റെ ഭാഗമായിട്ട് കൃഷിക്കാരന് ഒരു ന്യായമായ വരുമാനം കിട്ടി. കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്തില്ല. ഇപ്പൊ ഗവൺമെന്റ് എന്താ പറയുന്നത് അറിയോ? ഇപ്പൊ പറയുന്നത് കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്നത് ഒരു ചെറിയ നിമിഷത്തിൽ ഉണ്ടാവുന്ന ഒരു ദൗർബല്യം കൊണ്ടാണ്. അതുകൊണ്ട് ആ സമയത്ത് കൃഷിക്കാരനെ വിളിച്ച് 4 ഉപദേശമൊക്കെ കൊടുത്താൽ ആത്മഹത്യ ഇല്ലാതാവും. അപ്പൊ അവരെ വിളിച്ച് കൗൺസിലിംഗ് നടത്തിയാൽ മതി എന്നാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഇടഞ്ഞാൽ ജഡ്ജി കുടുംബ കോടതിയിൽ കേസ് കൊടുത്ത 2 പേരെയും വിളിച്ച് ഒരു മേശയുടെ അപ്പുറത്തിരുത്തിയിട്ട് സംസാരിക്കുമല്ലോ. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും കുറെ സംസാരിക്കും. ജഡ്ജി പറയും നിങ്ങൾ നാളെ മുതലൊക്കെ യോജിച്ചു പോകണം, കുടുംബമല്ലേ, കുട്ടികളല്ലേ, നോക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതുപോലെ കൗൺസിലിംഗ് നടത്തിയാൽ മതി. 70 വയസ്സായ കാരണവർ ആത്മഹത്യ ചെയ്യുന്നത് ഈ യാതൊരു വിവരമില്ലാത്തതുകൊണ്ടാണ്. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച കൃഷിക്കാരൻ നാളെ വൈകിട്ട് 6 മണിക്ക് ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് ഇന്ന് വില്ലേജ് ഓഫീസിൽ പോയി പേരെഴുതി കൊടുക്കുക. അങ്ങനെ നാട്ടിലെവിടെയെങ്കിലും പതിവുണ്ടോ? നാളെ ആത്മഹത്യ ചെയ്യുന്ന ആൾ ഇന്ന് പേരെഴുതി കൊടുക്കുക, കൗൺസിലിങ്ങിന് വിളിക്കാൻ. കൗൺസിലിങ്ങിന് വിളിച്ചിട്ട് കൃഷിക്കാരനെ വിളിച്ച് നീ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പാടില്ല, ആത്മഹത്യ ചെയ്താൽ സ്വർഗം കിട്ടില്ല, നരകത്തിലേ പോകൂ, ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ഇല്ലാതാവുമോ? കൃഷിക്കാരന്റെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കൊടുക്കാൻ പറ്റുമോ? അവർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടണം. രാസവളത്തിനും മറ്റ് അവരുപയോഗിക്കുന്ന കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഉപാധികൾക്ക് വില കുറച്ചു കൊടുക്കണം. അതിനൊന്നും ഏർപ്പാടില്ല. എന്താ ചെയ്യുന്നത്? ജനങ്ങളുടെ ഏതെങ്കിലും പ്രശ്നം പരിഹരിച്ചു. ഇതപ്പം ഒരു മന്ത്രിയും ചീഫ് വിപ്പും തമ്മിൽ അടി. എന്തിനാ? നെല്ലിയാമ്പതി വനം എടുക്കണോ കൊടുക്കണോ തർക്കമാണ്. നെല്ലിയാമ്പതിയിലെ തോട്ടങ്ങൾ 99 കൊല്ലത്തേക്കും 999 കൊല്ലത്തേക്കും ഒക്കെ പാട്ടത്തിന് ചില ആളുകൾക്ക് കൃഷി ചെയ്യാൻ കൊടുത്തതാണ്. 1 ഉറുപ്പികയാണ് ഒരു ഏക്കറിന് പാട്ടം. 1 ഉറുപ്പിക അന്ന് കൊടുക്കുമ്പോൾ പാട്ടത്തിന്റെ കാലാവധി കഴിഞ്ഞ ഗവൺമെന്റ് ആ സ്ഥലം തിരിച്ചെടുക്കണ്ടേ? ഏറ്റവും നല്ല വനഭൂമി, ഏറ്റവും നല്ല പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള വനഭൂമിയാണ് ഈ നെല്ലിയാമ്പതി. അത് ഏറ്റെടുക്കേണ്ടതിന് പകരം ഏറ്റെടുക്കുന്നില്ല. ഏറ്റെടുക്കാൻ വനം വകുപ്പ് മന്ത്രി തയ്യാറാകുമ്പോൾ എടുക്കാൻ പാടില്ല. ഇന്ന് UDFന്റെ കുറെ നേതാക്കന്മാർ അവിടെ വന്നിട്ടുണ്ട്. അതില് 7 പേര് വന്നതിൽ 5 പേരും കോട്ടയംകാരാണ്. അവിടെയാണ് ഈ എസ്റ്റേറ്റിന്റെ ഉടമകൾ മുഴുവൻ. അവരുടെ നന്നായിട്ട് കാശ് വാങ്ങിയിട്ടാണ് PC ജോർജും കൂട്ടരും വന്നിട്ടുള്ളത്. എന്തായിരിക്കും റിപ്പോർട്ട് ഗവൺമെന്റ് കൊടുക്കുക? റിപ്പോർട്ട് കൊടുക്കുന്നത് ഇത് എടുക്കാൻ പാടില്ല, ഉടമകൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്നതാണ്. ഇത് ഏറ്റെടുത്ത വനത്തിനെതിരെ, ഏറ്റെടുത്ത തോട്ടത്തിനെതിരെ തോട്ട ഉടമകൾ കോടതിയിൽ പോയ കേസൊക്കെ തോൽക്കുക. എന്താ തോൽക്കാൻ കാരണം? നേരത്തെ ഇവരുടെ കേസ് വാദിച്ച ആളാണ് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റ് ജനറൽ ദണ്ഡപാണി. നേരത്തെ ഈ തോട്ട ഉടമകൾക്ക് വേണ്ടി കേസ് വാദിച്ച ആളാണ്. അയാൾ ഇപ്പൊ അഡ്വക്കേറ്റ് ജനറൽ ഗവൺമെന്റിന് വേണ്ടി വാദിക്കാൻ പോകേണ്ട ആള്. കോടതി കേസ് വന്നാൽ അയാൾ പിന്നെ ആർക്ക് വേണ്ടി വാദിക്കും? മുമ്പ് പണം വാങ്ങിയ തോട്ട ഉടമകൾക്ക് വേണ്ടി വാദിക്കും. എല്ലാ കേസും ഗവൺമെന്റിന്റെ കേസുകളെല്ലാം പരാജയപ്പെടുക. നിങ്ങൾ നോക്കണേ, ഈ നാടിന്റെ സമ്പത്തല്ലേ ഇത്? സർക്കാരിന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സമ്പത്തല്ലേ? ഈ നാടിന്റെ സമ്പത്ത് ഇങ്ങനെ 1 ഉറുപ്പ്യക്കും 2 ഉറുപ്പ്യക്കും വിറ്റ് കോടിക്കണക്കിന് ഉറുപ്പിക വേറെ ഈ തോട്ട ഉടമകളോട് വാങ്ങി അങ്ങനെയൊക്കെ സ്വൈരമായി ഭരണം നടത്തി പോകാൻ ഈ നാട്ടിലെ ജനങ്ങൾ അനുവദിക്കണോ? ഇത് കോൺഗ്രസിന്റെയോ കമ്മ്യൂണിസ്റ്റിന്റെ പ്രശ്നമാണോ? ഇത് നമ്മുടെ നാടിന്റെ പ്രശ്നമല്ലേ? ഇടപെടണ്ടേ? ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രക്ഷോഭത്തിന് പോകുന്നത്, ഞങ്ങൾ സമരത്തിന് പോകുന്നത്. നമ്മുടെ ജില്ലയുടെ വികസനം നമുക്കറിയാം. കോച്ച് ഫാക്ടറി എത്ര കാലമായി? കോച്ച് ഫാക്ടറി എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞു 990 ഏക്കർ അവിടെ
കോച്ച് ഫാക്ടറി, അനുബന്ധ വ്യവസായങ്ങൾ, ടൗൺഷിപ്പ്. പിന്നെ പറഞ്ഞു 430 ഏക്കർ. ഇപ്പൊ പറയുന്ന 239 ഏക്കർ മതി. അതിലെ 24 ഏക്കർ പുഴ, തോട് ഇതൊക്കെ കളഞ്ഞ് ബാക്കി സ്ഥലം മതി. ഇനിയിപ്പോ എന്ത് കോച്ചാണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കറിയില്ല. തീവണ്ടി കോച്ച് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികള് വണ്ടി വലിച്ചു കളിക്കില്ലേ, ആ ജാതി വല്ല കോച്ചാണോ, യഥാർത്ഥ തീവണ്ടി കോച്ചാണോ നമുക്ക് പറയാൻ പറ്റില്ല. എന്റെ വീടിന്റെ അടുത്തൊരു ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനായി. ആ ഗോപാലകൃഷ്ണൻ ഒരു പാൻറ് ഇടണമെന്ന് വലിയ ആഗ്രഹം. വീട്ടിലാണെങ്കിൽ അച്ഛൻ തുന്നക്കാരൻ, അച്ഛൻ്റെ അനിയൻ തയ്യൽക്കാരൻ, പെങ്ങള് തയ്യൽക്കാരൻ, അങ്ങനെ 3 പേരും തുന്നൽ ജോലിയാണ് വീട്ടിൽ. അവരോടൊക്കെ പറഞ്ഞു ഒരു പാൻറ് തുന്നി തരാൻ. അവരാരും കേട്ടില്ല. ഗോപാലകൃഷ്ണൻ പോയി ഒരു പാൻറ് വാങ്ങിക്കൊണ്ട് വന്നു. വീട്ടിൽ വന്ന് പാൻറ് ഇട്ട് നോക്കുമ്പോൾ പാൻറിന്റെ കാല് 1.5 അടി നീളം കൂടുതൽ. അപ്പൊ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇതെങ്ങനെ ഇടുക, പറ്റില്ലല്ലോ. അപ്പൊ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ ഇതൊന്ന് മുറിച്ച് ഒരു 1.5 അടി മുറിച്ച് കളഞ്ഞിട്ട് ഒന്ന് തുന്നിത്തരാം. അച്ഛൻ പറഞ്ഞു ഇപ്പൊ തിരക്കാണ്, കുറച്ച് കഴിഞ്ഞ് ഞാൻ തുന്നിത്തരാം, നീ അവിടെ വെച്ചോ. അവന് ദേഷ്യം വന്ന് ചെറിയച്ഛൻ്റെ അടുത്ത് പോയി. ചെറിയച്ഛനും പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് തുന്നാൻ, ഇവിടെ ഇത്തിരി തിരക്കുണ്ട്, നീ ഇവിടെ വെച്ചോ, ഞാൻ തുന്നി വെച്ചോളാം. അവൻ ദേഷ്യം വന്നിട്ട് പെങ്ങളുടെ അടുത്ത് പോയി. പെങ്ങൾ പറഞ്ഞു കുട്ടികളുടെ യൂണിഫോം അല്പം തുന്നാനുണ്ട്, അതൊരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിയും, അപ്പം നിന്റെ പാൻറ് തുന്നി വെക്കാം, അവിടെ വെച്ചിട്ട് പൊക്കോ മോനെ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒരു ദേഷ്യം വന്ന് പാൻറ് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോകും. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛന് സമയം കിട്ടി. അപ്പൊ അച്ഛൻ അതെടുത്ത് 1.5 അടി മുറിച്ചിട്ട് തുന്നി വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയച്ഛനും കിട്ടി സമയം. ചെറിയച്ഛനും എടുത്ത് 1.5 അടി മുറിച്ചിട്ട് തുന്നി വെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെങ്ങൾക്ക് സമയം കിട്ടി. പെങ്ങളും എടുത്ത് 1.5 അടി മുറിച്ച് തുന്നി വെച്ചു. ഗോപാലകൃഷ്ണൻ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു പാൻറ്റൊക്കെ മുറിച്ച് തുന്നി വെച്ചിട്ടുണ്ട്, നീ എടുത്തിട്ടോളാം. അവനെടുത്ത് പാൻറ് ഇടുമ്പോൾ പാൻറ്റും അല്ല ട്രൗസറും അല്ലാത്തൊരവസ്ഥയാണ്. അന്ന് മുതലാണ് അത്രയും ബർമുഡ ഉണ്ടായത്. അതേ പരുവത്തിലാണ് ഇപ്പൊ നമ്മുടെ കോച്ച് ഫാക്ടറി. അന്ന് 900 ഏക്കർ എന്ന് പറഞ്ഞു, കുറഞ്ഞു 239 ഏക്കർ എന്ന് പറഞ്ഞു. എന്ത് കോച്ച് ഫാക്ടറിയാണെന്ന് ഇതുവരെ നമുക്കറിയില്ല. 10,000 പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു ഫാക്ടറി, പാലക്കാട് ജില്ലയുടെ വികസനത്തിന് ഉപകരിക്കുന്ന ഫാക്ടറി, അത് നടപ്പിലാക്കാൻ നമ്മുടെ ഈ കോൺഗ്രസ്സുകാർ ആരെങ്കിലും ഇടപെടുന്നുണ്ടോ? നമ്മളല്ലേ സമരം നടത്തിയത്. കേന്ദ്രത്തിൽ ഇവിടുന്ന് 4-5 മന്ത്രിമാരുണ്ടല്ലോ, പറയണ്ടേ കേരളത്തിന് അർഹതപ്പെട്ടത് തരണം, ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്ന് ചോദിച്ചു വാങ്ങാൻ കേരളത്തിൽ നിന്ന് പോയ കോൺഗ്രസിന്റെ മന്ത്രിമാരും ലീഗിന്റെ ഒരു മന്ത്രി ഉണ്ടല്ലോ. ശ്രമിക്കുന്നുണ്ടോ? ആര് വേണം ചോദിക്കാൻ? ഇവിടെ ഈ പാർട്ടി വേണം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണം. ഈ പാർട്ടി ഇല്ലാതിരുന്നാൽ എന്തായിരിക്കും കേരളം എന്ന് രാജസ്ഥാനിലോ മധ്യപ്രദേശിലോ മറ്റു സംസ്ഥാനങ്ങളിലോ പോയി നോക്കിയാൽ മതി. മനുഷ്യന്റെ ജീവിതം ഇവിടെ ഉള്ള വ്യത്യാസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തിയും വളർച്ചയും കൊണ്ടുണ്ടായതാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയാണ് ഇവർ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാനല്ല തീരുമാനിച്ചിട്ടുള്ളത്. ശക്തമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നയിച്ച് ഈ ജനവിരുദ്ധ ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങൾ തിരുത്തിക്കാനാണ് 22-ാം തീയതി രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ എല്ലാ കലക്ട്രേറ്റുകളും ഉപരോധിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുക. കലക്ട്രേറ്റ് വളഞ്ഞു വെക്കുക. 10,000-കണക്കിന് ജനങ്ങൾ, പാലക്കാട് കലക്ട്രേറ്റ് ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ കലക്ട്രേറ്റുകളും രാവിലെ 6 മണിക്ക് തന്നെ അവിടെ എത്തിച്ചേരണം. കലക്ട്രേറ്റ് ഉപരോധം വൈകുന്നേരം വരെ. അന്ന് ഒരൊറ്റ ഓഫീസും സിവിൽ സ്റ്റേഷന്റെ അകത്തുള്ള ഒറ്റ ഓഫീസും പ്രവർത്തിക്കില്ല. നമ്മൾ തീരുമാനിച്ചിരിക്കുക. അങ്ങനെ ഒരു ദിവസത്തെ സമരം. ആ സമരം കഴിഞ്ഞാൽ പിന്നെ ജയിൽ നിറക്കൽ സമരമാണ്. ജയിലിലേക്ക് പോകാൻ തീരുമാനിച്ച് ഈ ഗവൺമെന്റ് ഒന്നുകിൽ അവരുടെ നയങ്ങൾ തിരുത്തണം, അല്ലെങ്കിലോ ഇവരെ ഇറങ്ങിപ്പോകണം. ഇവരിയ്ക്കാൻ അർഹതയുള്ളവരല്ല, യോഗ്യതയുള്ളവരല്ല. ഒന്നുകിൽ ഇവർ നയം തിരുത്തണം. നയം തിരുത്തുന്നത് വരെ സമരം. രാവിലെ പോയി 10 മണിക്ക് സമരത്തിന് പോയി 11 മണിക്ക് അവിടെ എത്തി. 11:30 ആകുമ്പോൾ വീട്ടിലേക്ക് വരലല്ല, നേരെ ജയിലിലേക്ക് പോകാനാണ് തീരുമാനം. നമ്മുടെ ഇപ്പൊ ആദിവാസികൾ സമരം നടത്തി 1200 ആദിവാസികൾ കോഴിക്കോട് ജയിലിലാണ്. 20 കുട്ടികളുണ്ടാക്കൂടെ. അവരിപ്പോ ജയിലിൽ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുക. അവർ പറഞ്ഞു ഞങ്ങളെ ജാമ്യത്തിൽ നിന്ന് കൊടുക്കണ്ട, ഞങ്ങൾ ഇവിടെ കിടക്കാം. ഞങ്ങൾ ജാമ്യത്തിലെടുത്ത് പോയാൽ അവിടെ വീടുമില്ല, കുടിയില്ല, സ്ഥലവും ഇല്ല, പിന്നെ കഴിക്കാൻ ഭക്ഷണവും ഇല്ല. ഇവിടെ ആകുമ്പോൾ 3 നേരം ഭക്ഷണം കിട്ടും, സുഖമാണ്. ഭക്ഷണം മാത്രം, ഭക്ഷണവും അതുപോലെ ജയിലിൽ ഇവര് പറഞ്ഞ മുദ്രാവാക്യം അംഗീകരിച്ച് കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭക്ഷണം ഉപേക്ഷിച്ചുള്ള സമരം, നിരാഹാരം. ആദിവാസികൾ. പിന്നെ നമുക്ക് അങ്ങനെ വല്ല ചിന്തിക്കേണ്ട കാര്യമുണ്ടോ?